വെൽക്കം ബാക്ക് ടു സി എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റ് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അതിൽ മെറ്റീരിയൽ ബാലൻസ് മൊഡ്യൂൾ 1-ൽ ബാലൻസ്ഡ് ആയിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ ബാലൻസും അതുപോലെ തന്നെ ഹെവി മെറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ. അതിന് കുറച്ച് എക്സാമ്പിൾസുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. മെറ്റീരിയൽ ബാലൻസ്. Material balance is a fundamental concept in the chemical industry, ensuring that the amount of materials entering a process equal the amount leaving plus any accumulation or depletion. അതായത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ് മെറ്റീരിയൽ ബാലൻസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാലൻസും വഴി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിലോട്ട് വരുന്ന എൻ്റർ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എമൗണ്ടുമായിട്ടും അതുപോലെ തന്നെ പ്ലസ് അവിടെ എന്തെങ്കിലും അക്യുമുലേഷനോ അല്ലെങ്കിൽ ഡിപ്ലീഷനോ നടക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, എമൗണ്ട് ഓഫ് മെറ്റീരിയൽ എൻ്ററിങ് ദ പ്രോസസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ലീവിങ് പ്ലസ് അക്യുമുലേഷൻ ഓർ ഡിപ്ലീഷൻ. അതാണ് മെറ്റീരിയൽ ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രോസസ് ഡിസൈൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ, quality control and assurance, waste minimization and management, energy efficiency and recovery, environmental impact assessment. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ബാലൻസ് കാൽക്കുലേഷനിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, സെക്കൻഡ് വൺ ആണ് മാസ് ബാലൻസ് ഇക്വേഷൻസ് ആൻഡ് തേർഡ് വൺ കമ്പോണൻറ്റ് ബാലൻസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൽ പറയുന്നത് കമ്പയറിങ് മെറ്റീരിയൽ ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. അപ്പം മെറ്റീരിയൽ ഔട്ട്പുട്ടുമായിട്ട് കമ്പാരിസൺ ആണ് അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ മാസ് ബാലൻസ് ഇക്വേഷൻ, അവിടെ നടക്കുന്നത് അക്കൗണ്ടിങ് ഫോർ മെറ്റീരിയൽ അക്യുമുലേഷൻ ഓർ ഡിപ്ലീഷൻ. അക്യുമുലേഷനോ അല്ലെങ്കിൽ ഡിപ്ലീഷനോ ഉണ്ടെങ്കിൽ അത് അക്കൗണ്ട് ചെയ്യുന്നു. ദെൻ കമ്പോണൻറ്റ് ബാലൻസിൽ പറയുന്നത് ട്രാക്കിംഗ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സ് ഓർ സ്പീഷീസ്. ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സോ അല്ലെങ്കിൽ സ്പീഷീസിനൊക്കെ ട്രാക്ക് ചെയ്യാണ് ഈ ഒരു കമ്പോണൻറ്റ് ബാലൻസിങ്ങിൽ ചെയ്യുന്നത്. സം ബെനിഫിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ബാലൻസ് ഇൻ ദ കെമിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ബാലൻസിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സുകളാണ് പറയുന്നത്. നമുക്ക് പ്രോസസ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സെക്കൻഡ് വൺ റിഡ്യൂസ്ഡ് വേസ്റ്റ് ആൻഡ് എമിഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദെൻ ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് കംപ്ലയൻസ് വിത്ത് എൻവറോൺമെൻറ്റൽ റെഗുലേഷൻസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ ദ അപ്ലൈഡ് കെമിക്കൽ ഇൻഡസ്ട്രി മെറ്റീരിയൽ ബാലൻസ് ഈസ് യൂസ്ഡ് ടു. അപ്പോൾ ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ മെറ്റീരിയൽ ബാലൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ട്രാക്ക് റോ മെറ്റീരിയൽ യൂസേജ് ആൻഡ് പ്രൊഡക്റ്റ് ഈൽഡ്. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയലിൻ്റെ യൂസേജും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ ഈൽഡിനെയും ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ മോണിറ്റർ വേസ്റ്റ് ജനറേഷൻ, അവിടെ വേസ്റ്റ് ജനറേഷൻ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പോസലൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. തേർഡ് പറയുന്നത് ഒപ്റ്റിമൈസ് പ്രോസസ് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, പ്രഷർ പോലുള്ള കണ്ടീഷൻസിനൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദെൻ ഫോർത്ത് ഒരു യൂസ് എന്ന് പറയുന്നത് ഡിറ്റക്റ്റ് ആൻഡ് പ്രിവെൻറ്റ് മെറ്റീരിയൽ ലോസസ് ഓർ കണ്ടാമിനേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കണ്ടാമിനേഷനും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ലോസസിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഫിഫ്ത്ത് വൺ ആണ് എൻഷുർ കംപ്ലയൻസസ് വിത്ത് എൻവറോൺമെൻറ്റൽ റെഗുലേഷൻസ്. എൻവറോൺമെൻറ്റൽ റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നു. ദെൻ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ബാലൻസ് കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് പറയുന്നത്. ഫ്ലോ ചാർട്ട് ആൻഡ് പ്രോസസ് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ ബാലൻസ് സോഫ്റ്റ്വെയർസ് അതുപോലെ തന്നെ സിമുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ അതായത് SPC യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മാസ് ബാലൻസ് ഇക്വേഷൻസ് ആൻഡ് ആൽഗോറിതംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കാം. ഇത് ബെനിഫിറ്റ്സ് ആയി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. പ്രോസസ് ഡിസൈൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ദെൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷുറൻസ്, വേസ്റ്റ് മിനിമൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, എനർജി എഫിഷ്യൻസി ആൻഡ് റിക്കവറി, എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് സ്റ്റോഷിയോമെട്രി ആൻഡ് സെപ്പറേഷൻ ഓഫ് പ്രോസസ് like distillation, filtration, etc. Then mixing and blending operations, material transport and storage. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ ബാലൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കുറച്ച് ചലഞ്ചസ് ആണ് പറയുന്നത്. മെറ്റീരിയൽ ബാലൻസിൽ വരുന്ന കുറച്ച് ചലഞ്ചസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയൊക്കെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് തന്നെയാണ് അവിടെ വേണ്ടി വരുന്നത്. പിന്നെ അക്കൗണ്ടിങ് ഫോർ മെറ്റീരിയൽ ലോസസ് ആൻഡ് ഗെയിൻസ്, കിട്ടുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ മെറ്റീരിയൽ ലോസ് ആവുന്നതിൻ്റെയൊക്കെ അക്കൗണ്ടിങ്. അതുപോലെ തന്നെ മൂന്നാമതായി പറയുന്നത് ഡീലിംഗ് വിത്ത് കോംപ്ലക്സ് പ്രോസസ് ആൻഡ് റിയാക്ഷൻസ്. അപ്പോൾ ഇവിടെ മറ്റൊരു ചലഞ്ചായിട്ട് വരുന്നത് ഇവിടെ ഡീൽ ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളും അതുപോലെ തന്നെ റിയാക്ഷൻസും ആണ്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് എൻഷുറിങ് കൺസിസ്റ്റൻസി ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റി. കൺസിസ്റ്റൻസി അതുപോലെ തന്നെ റീപ്രൊഡ്യൂസിബിലിറ്റി എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ പറയുന്നത് മാനേജിങ് വാരിയബിലിറ്റി ഇൻ റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ് കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ ബാലൻസിൽ വരുന്ന ചലഞ്ചസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചലഞ്ചസുകളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് കുറച്ച് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്കുകളാണ് ഫസ്റ്റ് വൺ, റിഗറസ് പ്രോസസ് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ. സെക്കൻഡ് വരുന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മെഷർമെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് ടെക്നോളജീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ആൻഡ് ഡാറ്റ അനാലിസിസ്, റെഗുലർ കാലിബ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെൻറ്റ്, കണ്ടിന്യൂസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ പേഴ്സണൽസ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന കുറച്ച് വാരിയസ് ആയിട്ടുള്ള ടെക്നിക്കുകൾ പറയുന്നത് ഈ ഒരു ചാലഞ്ചസുകളെയൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി റിയൽ വേൾഡിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ ഒരു മെറ്റീരിയൽ ബാലൻസിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ ബാലൻസ്. ഫസ്റ്റ് വരുന്നൊരു എക്സാമ്പിൾ, ഒപ്റ്റിമൈസേഷൻ ഓഫ് റിയാക്ഷൻ കണ്ടീഷൻസ് ടു മിനിമൈസ് വേസ്റ്റ് ആൻഡ് മാക്സിമൈസ് പ്രൊഡക്റ്റ് ഈൽഡ്. അതായത് ഈ ഒരു വേസ്റ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ ഈൽഡ് മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ കണ്ടീഷൻസിൻ്റെ ഒപ്റ്റിമൈസേഷൻ നടത്തുന്നുണ്ട്. ദെൻ ഡിസൈൻ ഓഫ് എഫിഷ്യൻറ്റ് സെപ്പറേഷൻ പ്രോസസ് ടു റിക്കവർ വാല്യുബിൾ മെറ്റീരിയൽസ്. അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ റിക്കവർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ പ്രോസസ്സുകൾ ഡിസൈൻ ചെയ്യുന്നു. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ വേസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ റീസൈക്ലിങ്ങിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്രോസസ് ആൻഡ് ടെക്നോളജീസ് ടു ഇംപ്രൂവ് മെറ്റീരിയൽ എഫിഷ്യൻസി. മെറ്റീരിയൽ എഫിഷ്യൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ തരത്തിലുള്ള പ്രോസസ്സുകളും ടെക്നോളജീസും ഒക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. ദെൻ കംപ്ലൈൻസ് വിത്ത് എൻവറോൺമെൻറ്റൽ റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇനി കുറച്ച് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ വരുന്നതാണ് പെട്രോ കെമിക്കൽ പ്രോസസ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ജനറേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ ബാലൻസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ ബാലൻസ് ഓൾസോ നോൺ ആസ് മാസ് ബാലൻസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പോൾ അതിലെന്താ പറയുന്നത് നോക്കാം. മാറ്റർ cannot be created or destroyed, only transformed. അപ്പോൾ ഇതിലുള്ള മാറ്റർ എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയിഡ് ചെയ്യപ്പെടുന്നില്ല, അതിന് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. സെക്കൻഡ് പറയുന്ന ഒരു പ്രിൻസിപ്പിള് ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് അക്യുമുലേഷൻ. അതാണ് സെക്കൻഡ് വരുന്ന ഒരു പ്രിൻസിപ്പിള്. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ എൻറ്ററിങ് എ സിസ്റ്റം ഈക്വൽ ടു ദ ടോട്ടൽ എമൗണ്ട് ലീവിങ് പ്ലസ് എനി അക്യുമുലേഷൻ വിത്തിൻ ദ സിസ്റ്റം. അത് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് ഒരു സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ എമൗണ്ട് എപ്പോഴും അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ എമൗണ്ടിനും അതുപോലെ തന്നെ അതിനുള്ളിൽ നടക്കുന്ന അക്യുമുലേഷനും തുല്യമായിരിക്കണം. തേർഡ് പ്രിൻസിപ്പിളാണ് സിസ്റ്റം ബൗണ്ടറീസ്. ക്ലിയർലി ഡിഫൈൻ ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ബൗണ്ടറീസ് ടു അക്കൗണ്ട് ഫോർ ഓൾ മെറ്റീരിയൽ ഫ്ലോസ്. ഫോർത്ത് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ടൈം ഫ്രെയിം. അതായത് ഇതിലുള്ള മെറ്റീരിയൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ യൂണിറ്റ് കൺസിസ്റ്റൻസി ആണ് അഞ്ചാമത് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. എൻഷുർ കൺസിസ്റ്റൻറ്റ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഫോർ ഓൾ മെറ്റീരിയൽ ഫ്ലോസ്. അപ്പോൾ ഇതിലുള്ള എല്ലാ മെറ്റീരിയൽ ഫ്ലോസിനും ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അവിടെ എൻഷുർ ചെയ്തിരിക്കണം. ആറാമതായിട്ട് പറയുന്ന പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ് ഫോർ ഓൾ ഫ്ലോസ്. അതാണ് ആറാമത് വരുന്ന പ്രിൻസിപ്പിൾ. ഇൻക്ലൂഡിങ് ഓൾ മെറ്റീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് അക്യുമുലേഷൻ വിത്തിൻ ദ സിസ്റ്റം. അതായത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇൻപുട്ട്, മെറ്റീരിയൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ അക്യുമുലേഷൻ, ഇതിനെല്ലാം എന്തായിരിക്കണം, ഇതെല്ലാം അക്കൗണ്ട് ചെയ്തിരിക്കണം.
സെവൻത്ത് വരുന്ന പ്രിൻസിപ്പിളാണ് നോ മെറ്റീരിയൽ ഈസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ്. അതിന് ഒരു മെറ്റീരിയലും പുറത്തു പോകുന്നില്ല, അതുപോലെ ഗെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എക്സെപ്റ്റ് ഫോർ ന്യൂക്ലിയർ റിയാക്ഷൻസ് മെറ്റീരിയൽ ഈസ് കൺസേർവ്ഡ് വിത്തിൻ ദ സിസ്റ്റം. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള ഇതിലൊക്കെ ഈ മെറ്റീരിയൽസ് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൺസേർവ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ ഓഫ് അപ്ലൈയിങ് മെറ്റീരിയൽ ബാലൻസ് ഇൻ ഹെവി മെറ്റൽ മാനുഫാക്ചറിങ്. അതായത് ഹെവി മെറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഈ ഒരു മെറ്റീരിയൽ ബാലൻസ് അതിൻ്റെ അപ്ലിക്കേഷനാണ്, അതിനുള്ളൊരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ലെഡ് സ്മെൽറ്റിംഗ് പ്രോസസ്സാണ്. എ ലെഡ് സ്മെൽറ്റിംഗ് പ്ലാന്റ് പ്രൊഡ്യൂസ് ലെഡ് ഇൻഗോട്ട്സ് ഫ്രം ലെഡ് ഓർ. അപ്പോൾ ലെഡ് ഓറിൽ നിന്നും ലെഡ് ഇൻഗോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്രഷിങ് ആൻഡ് ഗ്രൈൻഡിങ് ദ ഓർ ക്രഷ് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു. ദെൻ റോസ്റ്റിംഗ് ടു റിമൂവ് സൾഫറിനെ റിമൂവ് ചെയ്യാനായിട്ട് റോസ്റ്റിംഗ് നടക്കുന്നു. ദെൻ സ്മെൽറ്റിംഗ് നടക്കുന്നുണ്ട്. സ്മെൽറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊഡ്യൂസ് ലെഡ് ബുള്ളിയൻ. ദെൻ റിഫൈനിങ് ടു പ്രൊഡ്യൂസ് പ്യുവർ ലെഡ് ഇൻഗോട്ട്സ്. അപ്പോൾ പ്യുവർ ലെഡ് ഇൻഗോട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിഫൈനിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന മെറ്റീരിയൽ ബാലൻസ് എന്താ നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം മെറ്റീരിയൽ ബാലൻസിങ്ങിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഇൻപുട്ട് ലെഡ് ഓർ ആണ്. ലെഡ് ഓർ എന്ന് പറയുമ്പോൾ 100 tons per hour ആണ് ഇതിൽ വരുന്ന ലെഡ് ഓർ. ദെൻ കോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു റിഡ്യൂസിങ് ഏജൻ്റ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി പറയുന്നത് 20 tons per hour ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ എയർ വരുന്നുണ്ട്, 500 cubic meters per hour ആണ് ഇവിടെ വരുന്ന ഇൻപുട്ടുകൾ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ലെഡ് ഓർ, കോക്ക്, അതുപോലെ തന്നെ എയറുമാണ് ഇവിടെ വരുന്ന ഇൻപുട്ടുകൾ. ഇനി ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ലെഡ് ബുള്ളിയൻ വരുന്നുണ്ട്. ലെഡ് ബുള്ളിയൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 80 tons per hour ആണ് വരുന്നത്. ദെൻ സ്ലാഗ് വരുന്നുണ്ട്. സ്ലാഗ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അപ്പോൾ വേസ്റ്റ് വരുന്നുണ്ട്, അത് വേസ്റ്റ് വരുന്നത് 30 tons per hour ആണ് വരുന്നത്. ദെൻ ഇവിടെ എയർ ഉണ്ടെന്ന് പറഞ്ഞു, ഇൻപുട്ടിൽ എയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന എയേഴ്സ് ആണ് SO2, CO2, അതുപോലെ എക്സെട്ര, ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ട്. ദെൻ ഇതിൽ വരുന്ന ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1000 cubic meters per hour ആണ് ഇതിൽ വരുന്ന എയർ അല്ലെങ്കിൽ ഗ്യാസസുകൾ വരുന്നത്. ദെൻ നമുക്ക് മെറ്റീരിയൽ ബാലൻസ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പറയുന്നത് ലെഡ് ബാലൻസ് ആണ്. അപ്പോൾ ലെഡ് ബാലൻസിൽ പറയുന്നത് ലെഡ് ഇൻ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഡ് ഇൻ ബുള്ളിയൻ പ്ലസ് ലെഡ് ഇൻ സ്ലാഗ്. അപ്പോൾ ലെഡ് സ്ലാഗ് പ്ലസ് ലെഡ് ഇൻ ബുള്ളിയൻ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഡ് ഇൻ ഓർ കിട്ടേണ്ടതാണ്. ദെൻ സൾഫർ ബാലൻസ് ആണ് പറയുന്നത്. സൾഫർ ബാലൻസ് പറയുമ്പോൾ സൾഫർ ഇൻ ഓർ പ്ലസ് സൾഫർ ഇൻ കോക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും സൾഫർ ഇൻ സ്ലാഗും അതുപോലെ തന്നെ സൾഫർ ഇൻ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓറിലുള്ള സൾഫറും കോക്കിൽ ആ റിഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള അതിലുള്ള സൾഫർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ വേസ്റ്റിൽ വരുന്ന സൾഫറിനും ഗ്യാസസിൽ വരുന്ന സൾഫറിനും ഈക്വൽ ആയിരിക്കും. ദെൻ കാർബൺ ബാലൻസ് ആണ് വരുന്നത്. കാർബൺ ഇൻ കോക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു കാർബൺ ഇൻ സ്ലാഗ് പ്ലസ് കാർബൺ ഇൻ ഗ്യാസസ്. ഇനി നമുക്ക് മെറ്റീരിയൽ ബാലൻസ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? ഐഡൻറ്റിഫൈ ഏരിയ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലെഡ് റിക്കവറി. നമുക്ക് ലെഡിൻ്റെ റിക്കവറിക്ക് ആവശ്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഒപ്റ്റിമൈസ് റോസ്റ്റിംഗ് ആൻഡ് സ്മെൽറ്റിംഗ് കണ്ടീഷൻസ്. അപ്പോൾ റോസ്റ്റിംഗ് സ്മെൽറ്റിംഗ് കണ്ടീഷനൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ റിഡ്യൂസ് കോക്ക് കൺസംഷൻ ആൻഡ് മിനിമൈസ് വേസ്റ്റ് ജനറേഷൻ. അപ്പോൾ നമുക്ക് ഈ കോക്കിൻ്റെ അല്ലെങ്കിൽ ഈ റിഡ്യൂസിങ് ഏജൻറ്റിൻ്റെ കൺസംഷനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് ജനറേഷനെ നമുക്ക് മിനിമൈസ് ചെയ്യാനും പറ്റുന്നു. ദെൻ എൻഷുർ കംപ്ലയൻസ് വിത്ത് എൻവിറോൺമെൻറ്റൽ റെഗുലേഷൻസ്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റത്തെ എക്സാമ്പിളായിട്ട് പറയുന്നത് കോപ്പർ സ്മെൽറ്റിംഗ് ആണ്. കോപ്പർ സ്മെൽറ്റിങ്ങിൽ വരുന്നത് ട്രാക്കിംഗ് കോപ്പർ, സൾഫർ ആൻഡ് ഓക്സിജൻ ഫ്ലോസ് ടു ഒപ്റ്റിമൈസ് സ്മെൽറ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് മിനിമൈസ് SO2 എമിഷൻസ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോപ്പർ, സൾഫർ, ഓക്സിജൻ അതിൻ്റെയൊക്കെ ട്രാക്ക് ചെയ്യുന്നു. ദെൻ സ്മെൽറ്റിംഗ് കണ്ടീഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ SO2ൻ്റെ എമിഷനെ മിനിമൈസ് ചെയ്യുന്നു. ദെൻ സിങ്കിൻ്റെ റിഫൈനിങ് ആണ് പറയുന്നത്. ബാലൻസിങ് സിങ്ക്, ലെഡ് ആൻഡ് കാഡ്മിയം ഫ്ലോസ് ടു പ്രൊഡ്യൂസ്
ഹൈ പ്യൂരിറ്റി സിങ്ക് മെറ്റൽ ആൻഡ് മിനിമൈസ് വേസ്റ്റ്. അപ്പോൾ ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള സിങ്ക് മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിങ്ക്, ലെഡ്, കാഡ്മിയം, ഫ്ലോസ് അതിനൊക്കെ നമ്മൾ ബാലൻസിങ് നടത്തുന്നുണ്ട്. അതുപോലെ വേസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് അലുമിനിയം പ്രൊഡക്ഷനാണ്. മാനേജിങ് അലുമിന, കാർബൺ ആൻഡ് ഇലക്ട്രിസിറ്റി ഇൻപുട്ട് ടു ഒപ്റ്റിമൈസ് ഇലക്ട്രോലൈസിസ് ആൻഡ് റിഡ്യൂസ് എനർജി കൺസംഷൻ. ഇനി നാലാമതായിട്ട് വരുന്ന ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് സ്റ്റീൽ മാനുഫാക്ചറിങ്. അതിൽ ട്രാക്കിംഗ് അയോൺ, കാർബൺ ആൻഡ് അലോയിങ് എലമെൻറ്റ്സ് ടു കൺട്രോൾ സ്റ്റീൽ കോമ്പോസിഷൻ ആൻഡ് മിനിമൈസ് വേസ്റ്റ്. അഞ്ചാമതായിട്ട് പറയുന്നത് നിക്കൽ പ്രോസസ്സിംഗ് ആണ്. അതിൽ ചെയ്യുന്നത് ബാലൻസിങ് നിക്കൽ, കൊബാൾട്ട് ആൻഡ് സൾഫർ ഫ്ലോസ് ടു പ്രൊഡ്യൂസ് ഹൈ പ്യൂരിറ്റി നിക്കൽ മെറ്റൽസ് ആൻഡ് മിനിമൈസ് വേസ്റ്റ്. അപ്പോൾ നമ്മൾ വേസ്റ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ ഹൈ പ്യൂരിറ്റി നിക്കൽ മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൾഫർ, കൊബാൾട്ട്, നിക്കൽ ഫ്ലോസ് ഒക്കെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ദെൻ ആറാമതായിട്ട് പറയുന്നത് ക്രോമിയം റീഫൈനിങ് ആണ്. മാനേജിങ് ക്രോമിയം അയോൺ ആൻഡ് കാർബൺ ഫ്ലോസ് ടു പ്രൊഡ്യൂസ് ഹൈ പ്യൂരിറ്റി ക്രോമിയം മെറ്റൽസ് ആൻഡ് മിനിമൈസ് വേസ്റ്റ്. അപ്പോൾ ഇവിടെയും വേസ്റ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ക്രോമിയം, ഹൈ പ്യൂരിറ്റി ക്രോമിയം മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കാർബൺ ഫ്ലോസ്, അയൺ ഫ്ലോസ്, അതുപോലെ തന്നെ ക്രോമിയം ഫ്ലോസിനൊക്കെ മാനേജ് ചെയ്യുന്നു. ദെൻ സെവൻത്ത് പറയുന്നത് മൊളിബിഡിനം പ്രോസസ്സിംഗ് ആണ്. ട്രാക്കിംഗ് മൊളിബിഡിനം, സൾഫർ ആൻഡ് ഓക്സിജൻ ഫ്ലോസ് ടു ഒപ്റ്റിമൈസ് റോസ്റ്റിംഗ് ആൻഡ് സ്മെൽറ്റിംഗ് കണ്ടീഷൻസ്. അപ്പോൾ റോസ്റ്റിംഗ് ആൻഡ് സ്മെൽറ്റിംഗ് കണ്ടീഷനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൊളിബിഡിനം, അതുപോലെ തന്നെ സൾഫർ, ഓക്സിജൻ ഫ്ലോസിനൊക്കെ ട്രാക്ക് ചെയ്യുന്നു. ദെൻ എട്ടാമതായിട്ട് പറയുന്നത് ഗോൾഡ് എക്സ്ട്രാക്ഷൻ ആണ്. ഗോൾഡ് എക്സ്ട്രാക്ഷനിൽ പറയുന്നത് ബാലൻസിങ് ഗോൾഡ്, സൈനൈഡ് ആൻഡ് വാട്ടർ ഫ്ലോസ് ടു ഒപ്റ്റിമൈസ് ലീച്ചിങ് ആൻഡ് മിനിമൈസ് എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അപ്പോൾ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റിനൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ ലീച്ചിങ്ങിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗോൾഡ്, സൈനൈഡ്, വാട്ടർ ഫ്ലോസ് ഒക്കെ ബാലൻസിങ് വഴി ഗോൾഡിൻ്റെ എക്സ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നയൻത്ത് പറയുന്നത് സിൽവർ റീഫൈനിങ് ആണ്. ഇവിടെ നമ്മൾ സിൽവർ, കോപ്പർ, ലെഡ്, ഫ്ലോസ് അതിനൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് ഹൈ പ്യൂരിറ്റി സിൽവർ മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേസ്റ്റിനെ മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 10th പറയുന്നത് ടങ്സ്റ്റൺ പ്രൊഡക്ഷനാണ്. ട്രാക്കിംഗ് ടങ്സ്റ്റൺ, കാർബൺ ആൻഡ് ഓക്സിജൻ ഫ്ലോസ് ടു ഒപ്റ്റിമൈസ് കാർബ്യൂറൈസേഷൻ ആൻഡ് മിനിമൈസ് വേസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അപ്ലിക്കേഷൻസ്, ഈ ഒരു മെറ്റീരിയൽ ബാലൻസിങ്ങിൻ്റെ ഹെവി മെറ്റൽ മാനുഫാക്ചറിങ്ങിൽ വരുന്ന അപ്ലിക്കേഷൻസ്